പടം കണ്ടവർക്കെല്ലാം ഇഷ്ടപ്പെട്ടോ? എല്ലാരും കാണാൻ വന്നതിന് സന്തോഷം. ഞാൻ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കും. എല്ലാം മനസ്സിലായല്ലേ? സാറ് പറയും. മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചാൽ നിങ്ങൾക്കാർക്കും ഒന്നും ചോദിക്കില്ല. ഇൻട്രോഡക്ഷനെ കുറിച്ച് പറയാമോ? എന്നോടാണോ? ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ മുഖം പറയുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ഈ സിനിമ എൻജോയ് ചെയ്തു, ഒപ്പം മനസ്സിലാക്കി. ഇതെന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഭാവിയിൽ. അത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് പറയാൻ എനിക്കറിയില്ല. പക്ഷെ അത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു പറയാൻ ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. പലപ്പോഴും നിങ്ങളിത് ഹെൽപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും എൻ്റെ വിനീതമായി നന്ദി, നമസ്കാരം. വെള്ളിയാഴ്ച ഇറങ്ങിയതല്ലോ. ആൾക്കാര് കൂടുതൽ ആൾക്കാർ ചേർത്ത് വരണം. അപ്പോൾ സാർ ഇങ്ങനൊരു കോൺസെപ്റ്റ് കഥ പറയുമ്പോൾ അത് സാർ ആഗ്രഹിച്ചതുപോലെ ഇങ്ങനൊരു കഥ പറയാം. അതൊരു ഭയങ്കര ഒരു ഡെയറിങ് അറ്റംപ്റ്റ് ആണ് എല്ലാ രീതിയിലും. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ വന്നിട്ടുണ്ടെന്ന് കാണുമ്പോഴും നമ്മുടെ റെസ്പോൺസ് ചെയ്യുമ്പോഴും സന്തോഷം. വരും ആഴ്ച കുറച്ചുകൂടെ ആൾക്കാർ ഇവിടെ മൊത്തത്തോടൊക്കെ അറിഞ്ഞ് കുറച്ചുകൂടെ ആൾക്കാർ വരട്ടെ. ഇനിയും എന്തായാലും നമുക്ക് ഭയങ്കര മോശമായിട്ടുള്ള റെസ്പോൺസ് ഒന്നുമില്ല. നമുക്ക് എല്ലാം ബെറ്റർ, ഗുഡ് അങ്ങനെയൊക്കെയുള്ളൂ. ഈ സിനിമയിൽ ഒരു വിജയം ഉണ്ടല്ലോ, ഇതേ ട്രാക്ക് ഇനി ധ്യാൻ ശ്രീനിവാസൻ മറ്റു സിനിമകളിലേക്കും എത്തിക്കുമോ? അതായത് ഇങ്ങനത്തെ ഒരു സബ്ജക്ട് മുന്നേ ഇന്റർവ്യൂ ഒക്കെ കണ്ടാൽ മതി. ഞാൻ അതിലത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നാട്ടിലില്ലായിരുന്നോ? പുതിയ ആളാണല്ലേ? ചേട്ടൻ ഒരു ലെജൻഡ് ഡയറക്ടർ കൂടെയാണ്. കൈകോർത്തൊരു വിജയം സമ്മാനിച്ചു. ബേസ് ഉണ്ടായിരുന്നു നിന്റെ ശബ്ദത്തിന്. അപ്പം എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞു ഒരു വിജയം കൈവരിച്ചതിന് ശേഷമുള്ള ഒരു മനസ്സിൽ എന്താണ് ഇപ്പൊ എന്താണ് തോന്നുന്നത് ശരിക്കും? അല്ല, ഇത് സാറിന്റെ സ്ഥിരം ഫോർമുലയിലുള്ള ഒരു മാസി അല്ലെങ്കിൽ ഭയങ്കര ആൾക്കാരെ എന്താ പറയണ്ടേ മറ്റേ ഗൂസ്ബം മൊമെന്റ്സ് അങ്ങനെ സിനിമയല്ല. ഇത് കുറച്ചുകൂടെ വേറൊരു കഥ പറയാൻ ആഗ്രഹിച്ചു. ഒരു കഥ പറയാൻ ആഗ്രഹിച്ചു. ആ കഥ കൊണ്ട് അതിന്റെ അപ്പൊ ഒരു സിനിമയ്ക്ക് ഒരു പർപ്പസ് ഉണ്ടാവും. ആ പർപ്പസ് മീറ്റ് ചെയ്യാന്നുള്ളത്. ഇതിലൂടെ പറയുന്ന വിഷയങ്ങൾ സാറ് വ്യക്തമായിട്ട് സാറ് പറയാൻ ആഗ്രഹിച്ചു. അത് വ്യക്തമായിട്ട് പറഞ്ഞു. അതൊരു കാരണം സ്ഥിരം ഫോർമുലയിൽ വരാത്ത ഒരു നെറേറ്റീവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ്, ഒരു സബ്ജക്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ സാറിന് വേണമെങ്കിൽ ഭയങ്കര സേഫ് സോണിലുള്ള സാറിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ നിൽക്കുന്ന സിനിമ വെച്ചിട്ട് ഒരു ഡെബ്യൂട്ടറാണ് ട്രൈ ചെയ്തത്. പക്ഷെ സാറ് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു സബ്ജക്ട് എടുത്തു, അത് പിക്ക് ചെയ്തു. അതിന് തന്നെ നമ്മൾ ഒരു എന്താ പറയണ്ടേ എന്താ പറയണ്ടേ അങ്ങനെ ഒരു അറ്റംപ്റ്റിനാണ് നമ്മൾ ഡെഫിനറ്റ്ലി ഒരു എക്സ്പെരിമെന്റൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു അറ്റംപ്റ്റിന് തന്നെ നമ്മൾ ഫുൾ മാർക്കാണ്. അല്ല, അത് ശരിക്കും പറഞ്ഞ ഫസ്റ്റ് സംവിധാനത്തില് വരുന്ന ഒരു നടൻ ധ്യാനായി മാറി. അതിലൊരു ഭയങ്കര സംഭവം ഉണ്ടല്ലോ. നിനക്കൊരു സംഭവമായിരിക്കും, എനിക്കൊരു സംഭവമില്ല. കഴിഞ്ഞ ഞാൻ മിനിസ്റ്റേഴ്സിന്റെ പടത്തില് വലിയ വലിയ ആൾക്കാരുടെ പടത്തിലല്ലേ ഇങ്ങനെ അഭിനയിക്കുന്നത്. അപ്പൊ തുടരെ വിജയം ഉണ്ടാവട്ടെ. ഈ മണിക്കൂട്ടൻ ചേട്ടൻ ഇതിനകത്തൊരു ഗംഭീര ഒരു ഇൻട്രോ തന്നെ തരുന്നുണ്ട്. അത് കണ്ടപ്പോ എന്താ തോന്നിയ തിയേറ്ററിൽ? സിനിമ കണ്ടില്ല? ഇന്റർവ്യൂല് അല്ലല്ല, സിനിമയില് മണിക്കൂട്ടൻ ചേട്ടൻ്റെ ഒരു ഇൻട്രോ ഉണ്ട്. ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ആദ്യം നമ്മൾ കാണുന്നത്. അപ്പൊ അത് കണ്ടായിരുന്നോ? സീൻ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഷൂട്ട് ചെയ്ത ഡബ് ചെയ്ത സമയത്ത് കണ്ടത്. എനിക്ക് ഓർമ്മയില്ല.
നീ ആരാ രാജാവോ ആരെവിടെ ഈ അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ വിശ്വാസങ്ങളുമായിട്ട് ധ്യാൻ ശ്രീനിവാസൻ ഇത്തരം വിശ്വാസങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണോ? അത് ഞാൻ ഇവിടെ പറയുന്ന കാര്യം ഞാൻ നിന്നോട് പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞ എന്റെ വിശ്വാസങ്ങളെ കുറിച്ച് അല്ല ഈ സിനിമ പറയുന്ന ഒരു ആശയമുണ്ട് ഈ അന്ധവിശ്വാസം ഇതിനാണ് ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത് അന്ധവിശ്വാസമാണെങ്കിലും ഏതൊരു പ്രവചനമാണെങ്കിലും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടക്കാൻ പറ്റും. അതാണ് ഈ സിനിമ പറയുന്നത്. ആ ഒരു പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ഫുൾ നെഗറ്റിവിറ്റിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം. ആ നെഗറ്റിവിറ്റിയുടെ നടുവിൽ നിങ്ങൾക്ക് പോസിറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തും മറികടക്കാം. ഞാൻ മറികടക്കുന്ന പോലെ സിനിമ അതെ. താങ്ക് യു.